ഈ സിനിമയിൽ ഒരു IC കൃത്യമായി പ്രവർത്തിച്ചോ എന്ന സംശയമൊക്കെ ചിലർ ഉന്നയിച്ചു കേട്ടിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ വിൻസി അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണല്ലോ ആ സിനിമയുടെ ഒരു സംശയമില്ല, കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. ഡെഫിനറ്റ്ലി എനിക്ക് പരാതി ആ ഒരു വ്യക്തിയിൽ മാത്രമാണെന്ന് ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പരാതിയിലും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. IC ഇതിലെ സിനിമയിലെ IC എന്നോട് വ്യക്തമായി പരാതിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും എന്നോട് ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നും പരാതി നൽകാമെന്ന് എന്നോട് ഇങ്ങോട്ട് പറയുകയും ചെയ്തൊരു IC ആണ് എൻ്റെ സിനിമയുടെ IC. അതിൽ ഒരാൾക്കൊരു ഡൗട്ടില്ല. ICയിലെ മെമ്പറാണ്. ഞാൻ അങ്ങനെ പോലീസ് നടപടികൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കുണ്ടായ പ്രശ്നം IC എന്ന നിലയ്ക്ക് അവരെ അറിയിക്കുന്നു, അവരെടുക്കുന്ന ആ തീരുമാനത്തിലൊക്കെ എന്ന് തന്നെയായിരുന്നു. ICനെ അറിയിച്ചിരുന്ന അവരെടുക്കുന്ന തീരുമാനത്തിലെന്നല്ല, അവരെന്നോടാണ് ചോദിച്ചത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, വിൻസ് പറഞ്ഞോളൂ പരാതി നൽകണോ എന്ന് എന്നോടാണ് ചോദിച്ചത്. ആൻഡ് ഞാൻ വ്യക്തമായ എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല, എൻ്റെ ഐഡിയോളജി ഉണ്ടാവില്ല പരാതി നൽകണോ നൽകണ്ടേ എന്നുള്ളത്. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ പരാതി നൽകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത്. ICയിലോട്ട് പരാതി നൽകണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി. IC എന്ന് പറയുന്നത് പരാതിപ്പെടാൻ മാത്രമുള്ളതല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സംസാരിക്കാനും സംസാരിച്ച് നമ്മളെ കംഫേർട്ട് ആക്കാനും കൂടി ഉള്ളതാണ്. അതൊക്കെ അവർ കൃത്യമായി ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു സിനിമാ സെറ്റിലെ കുറിച്ച്, അതിലെ സഹപ്രവർത്തകരെ കുറിച്ച്, അതിലെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയെ കുറിച്ച് ഒക്കെ വളരെ വലിയ മതിപ്പാണ് വിൻസിക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനപ്പുറം നിൽക്കുന്ന പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സംഘടനകൾ, അതുപോലെ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലൊരാൾ വെളിപ്പെടുത്തൽ നടത്തുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിലാണെങ്കിൽ പോലും അത് ഇപ്പോൾ വിൻസിയോട് കാര്യങ്ങൾ അന്വേഷിക്കാം, പോലീസിനോ അല്ലെങ്കിൽ എക്സൈസിനോ ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കാം. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുക, ഇങ്ങനെ മൊത്തത്തിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് നേരത്തെ പറഞ്ഞതുപോലെ അന്തസ്സോടെ ഈ ജോലി ചെയ്യുന്നതിന് ആവശ്യം എന്നാണ് വിൻസിക്ക് ഇപ്പോൾ തോന്നുന്നത്? എനിക്കിപ്പോൾ തോന്നുന്നത് സംഘടനകളോടാണ് എനിക്ക് പറയാനുള്ളത്. അവരെ വിശ്വസിച്ച്, സംഘടനകളായിക്കോട്ടെ നിയമമായിക്കോട്ടെ, അവരെ വിശ്വസിച്ച് ഒരു പരാതിക്കാരി പരാതി നൽകുമ്പോൾ ആ പരാതിയുടെ ഒരു പ്രൈവസി എന്ന് പറയുന്നത് കീപ്പപ്പ് ചെയ്യാനുള്ള മാന്യത സംഘടനകളിലെ നേതാക്കന്മാരും മെമ്പേഴ്സും കാണിക്കണം. ഒരാൾ കാരണം ഒരു സംഘടന മൊത്തമാണ് മോശപ്പേര് കിട്ടുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കുന്നു. സോ ആദ്യമിപ്പോൾ സംഘടനകളാണ് ഇനിയിപ്പോൾ നന്നാവേണ്ടത്. അപ്പം ഇതിനൊരു ധാരണയായി എത്തുമ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. എനിക്കത് എൻ്റെ മൈൻഡ് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഓൾറെഡി ഇരിക്കുന്നത്. ബിക്കോസ് എൻ്റെ വ്യക്തമായ നിലപാടായിരുന്നു ഒരു പരാതി കൊടുക്കുന്നില്ല, പരാതി കൊടുത്താൽ എനിക്കറിയാം ഇത് ചർച്ചാ വിഷയമാകുമെന്നുള്ളത്. പക്ഷേ ഈ സിനിമയുടെ പേര് അത്രയും പുറത്തു വരരുത്, സിനിമയ്ക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവരുതെന്ന് അത്രയും ഞാൻ നമ്മളായിട്ട് പേര് പുറത്ത് പറയരുതെന്നും ആ നടൻ്റെ പേര് പുറത്ത് പറയരുതെന്നും നമ്മളായിട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഈ പേരുകൾ കൊടുക്കുന്നത് പൊതുസമൂഹത്തിനാണ്. അതിൽ പല തരത്തിലുള്ള വ്യക്തികളുണ്ട്. അതിനെ ആ ഒരു നടൻ്റെ പേര് മോശമായി കഴിഞ്ഞാൽ ആ നടനുണ്ടാവുന്ന കാര്യങ്ങൾ അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരാൾ ആ നടൻ്റെ പേരിൽ ആ സിനിമയെ, ഞാൻ പറഞ്ഞില്ല എത്ര മതിപ്പുണ്ട് എനിക്ക് ആ സിനിമ പേരിൽ നിന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ സിനിമയെ ഏറ്റെടുക്കാൻ ആര് വരും? ഒരു OTT തയ്യാറാവില്ല. ഒരു ബിസിനസ് അങ്ങനെ മുന്നേയും കുറേ സിനിമകൾക്കും അനുഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ വ്യക്തമായിട്ട് ഈ പേരുകൾ, സിനിമയുടെ പേരോ ഇയാളുടെ പേരോ പൊതുസമൂഹത്തിനോ മാധ്യമത്തിനോ ഞാൻ കൊടുക്കരുത് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞത്. അത് തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? ഏത് സംഘടനയെ വിശ്വസിക്കും? എനിക്കറിയില്ല. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, പ്രത്യേകിച്ചും ലഹരി ഉപയോഗം അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം, അതുപോലെ തന്നെ നിയന്ത്രണം, അച്ചടക്കം ഒക്കെ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ആഴ്ച പോലും ചില സംഘടനകൾ പരസ്യമായിട്ട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതാണ്. അത്തരത്തിലുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഈ സംഘടനകളുടെ ഇടപെടലൂടെ കൊണ്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും സിനിമാ സെറ്റിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് രാവിലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പെർട്ടിക്കുലർ വ്യക്തിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഈ പേര് വെളിപ്പെടുത്തിയിട്ടുള്ള വ്യക്തിനെ, അവരുടെ സംഘടനയെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഞാൻ പരസ്യമായി വ്യക്തമാക്കുന്നു. ആൻഡ് വേറൊരു 2 സംഘടനകൾ കൂടി ഞാൻ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അവർ ആ ലെറ്ററിൽ ഞാൻ എഴുതിയ പ്രസ്താവനകളും എൻ്റെ അഭ്യർത്ഥനകളും മാനിക്കുമെന്നുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്.
വിൻസി, അപ്പോൾ ഈ ഫിലിം ചേംബറിൽ നിന്ന് കൃത്യമായി ആരൊക്കെയാണ് ഇപ്പോൾ ഗ്രൂപ്പ് കോളിൽ വന്ന് സംസാരിച്ചു എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്, ആരൊക്കെയാണ് വിൻസിയോട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നത്? അവരെല്ലാവരും ഒരുപോലെ വിൻസി മുന്നോട്ട് വെച്ച് ഈ കൺസേണെ അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ലേ വിൻസിയെ കേട്ടത്? ഡെഫിനറ്റ്ലി. ഞാൻ ആദ്യം ഫിലിം ചേംബർ റാണി മാം ആണ് വിളിച്ചത്. എനിക്ക് അവരോട് ഇപ്പോഴും റെസ്പെക്റ്റ് ഉണ്ട്. റാണി മാം, സജിത മഠത്തിൽ മാം, ഇവർ വിളിച്ചിട്ടാണ് ഈ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന സാറിൻ്റെ അടുക്കെ സംസാരിക്കുന്നത്. അത്രയും പ്രൈവസി കീപ്പ് ചെയ്യും. എൻ്റെ പേരും പുറത്ത് പറയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ പേരും ഉണ്ടാവില്ല. അവരിൽ നിന്ന് തന്നെയാണ് കേട്ടത് ഈ സിനിമയിൽ IC ഉണ്ട് എന്ന കാര്യത്തെ കുറിച്ച് നടിക്ക് തന്നെ കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു. സംശയം പറയുക, അതാണ് ഞാനും അത്ഭുതത്തോടെ കേട്ടത് വിൻസി ഇത് പറയുമ്പോൾ. ഞാനത് അവരാ പരാതി വായിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്കിപ്പോൾ ഡൗട്ട്. ഞാൻ ഇന്നലെ അയച്ച പരാതി അവരിപ്പോൾ കൃത്യമായി വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഡൗട്ട്. ഞാനതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ICയിൽ നിന്നുമുള്ള മെമ്പർ പേര് വെച്ച് എന്നോട് ചോദിച്ചറിയുകയും ഞാനായിട്ടാണ് പരാതി കൊടുക്കാതിരുന്നതെന്നുള്ളത് വ്യക്തമായി എഴുതിയിട്ടും അവരപ്പോൾ അത് വായിച്ചില്ലേ? മീഡിയയ്ക്ക് മുന്നിൽ ഓരോന്ന് തുറന്ന് പറയുമ്പോൾ അതിൽ വ്യക്തതയില്ലാതെ ഒരു മീഡിയയ്ക്ക് മുന്നിലോ പൊതുസമൂഹത്തിന്റെ മുന്നിലോ പറയാൻ നിന്നാൽ സിനിമാ മേഖലയിൽ സംഘടനകൾ, ചില വ്യക്തികൾ, അവർക്കൊക്കെയുള്ള സ്വാധീനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാധീനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ വിൻസിയുടെ അനുഭവത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ സംഘടനകളിൽ നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഇപ്പോൾ ഉണ്ടായി. വിൻസിക്ക് ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടായി. വിൻസി എന്ത് പറഞ്ഞോ അതിന് നേരെ വിപരീതമായ പ്രതികരണം സംഘടനയിൽ നിന്നുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ടോ വിൻസിക്ക്? ഡെഫിനറ്റ്ലി. ഇവരൊക്കെയാണ് പിന്തുണയുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഞാൻ എന്ത് വിശ്വസിക്കാനാണ്? ഇവർ ഇന്നലെ പറഞ്ഞതാണ് പ്രൈവസി കീപ്പ് ചെയ്യാം എന്നുള്ളത്. ആ ലെറ്ററിന്റെ പ്രൈവസി കീപ്പ് ചെയ്യും, ആ പേരും വ്യക്തമാക്കില്ല. ഇന്നലെ പറഞ്ഞവര് ഇന്ന് അത് തിരുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പിന്തുണയ്ക്കുന്നവർ നാളെ ഉണ്ടാവില്ല എന്നുള്ളതിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എനിക്കൊരു മടിയില്ല. ഒറ്റയ്ക്ക് ഞാൻ ഇവരാരും വിശ്വസിക്കാനും നിൽക്കുന്നില്ല. അവസരങ്ങൾ ആർക്കെങ്കിലും തരാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ അത് ഓക്കെ ആണെങ്കിൽ ഞാൻ സിനിമ ചെയ്യും. അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഞാൻ ഒന്നിലേക്കും ഇല്ല. എനിക്ക് ജീവിതമുണ്ട്, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എനിക്ക് വേറെ പലതും മുന്നോട്ട് പോകാനുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്.